അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് നമ്മൾ 6ാം ക്ലാസ് ദുറൂസുൽ ഇഹ്സാനിലെ രണ്ടാമത്തെ പാഠം അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അള്ളാഹുവിനോടുള്ള അങ്ങേ അറ്റത്തെ സ്നേഹം എന്നാണ് അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അള്ളാഹുവിനോടുള്ള അതിരറ്റ സ്നേഹം. നമുക്ക് പാഠഭാഗം മനസ്സിലാക്കാം, വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വാലിഹുകളെയും സൽപ്രവർത്തനങ്ങളെയും നാം ഇഷ്ടപ്പെടുകയും പിശാചിനെയും പൈശാചിക പ്രവർത്തനങ്ങളെയും നാം വെറുക്കുകയും ചെയ്യണം. അള്ളാഹു ഇഷ്ടപ്പെടുന്നതിനെ നാം ഇഷ്ടപ്പെടുന്നതും അവൻ വെറുക്കുന്നതിനെ നാം വെറുക്കുന്നതും അള്ളാഹുവിനോടുള്ള സ്നേഹം കാരണമാണല്ലോ. മുഅ്മിനുകളായ നാം അള്ളാഹുവിനെ അങ്ങേ അറ്റം സ്നേഹിക്കേണ്ടവരാണ്. അള്ളാഹു പറയുന്നു, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, സത്യവിശ്വാസികൾ അങ്ങേ അറ്റം അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ്. സത്യവിശ്വാസികൾ അങ്ങേ അറ്റം അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ്. അള്ളാഹു നമ്മുടെ സൃഷ്ടാവും സംരക്ഷകനുമാണ്. അവൻ ദയാലുവും കരുണയുള്ളവനുമാണ്. അള്ളാഹു ഏറ്റവും സൗന്ദര്യമുള്ളവനാണ്. അപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെട്ടതിനെ നാം ഇഷ്ടപ്പെടുകയും അള്ളാഹു വെറുക്കുന്നതിനെ നാം വെറുക്കുകയും ചെയ്യുന്നതൊക്കെ അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ടാണ്. മുഅ്മിനുകളായ നാം അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കണം. വല്ലദീന ആമനു അശദ്ദ ഹുബ്ബൻ ലില്ലാഹ്, അർത്ഥം എഴുതാൻ വരും. സത്യവിശ്വാസികൾ അങ്ങേയറ്റം അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ്. അള്ളാഹു നമ്മുടെ സൃഷ്ടാവും സംരക്ഷകനുമാണ്. അവൻ ദയാലുവും കരുണയുള്ളവനുമാണ്. അള്ളാഹു ഏറ്റവും സൗന്ദര്യമുള്ളവനാണ്. അപ്പം അള്ളാഹു ആണ് കരുണയുള്ളവനും. ഈ ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ളവൻ അള്ളാഹു ആണ്. ഇനിയാ എന്താണ് അള്ളാഹുവിനോടുള്ള ഇഷ്ടം വളർത്താൻ സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് താഴെ പറയുന്നത്. എന്താണ്? അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ കുറിച്ച് ചിന്തിക്കുക. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്? നമുക്ക് കാണാൻ കണ്ണ്, കേൾക്കാൻ ചെവി, നടക്കാൻ കാല്, അല്ലേ? അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഭൂമിയിലെ അതിവിപുലമായ കാഴ്ചകൾ, നമ്മുടെ ആവശ്യ വസ്തുക്കൾ, മഴ, കാറ്റൊക്കെ അള്ളാഹുവിൻ്റെ നിഅമത്താണ്. അതിനെക്കുറിച്ച് ചിന്തിച്ച്, ആ നിഅമത്തുകളെ കുറിച്ച് ചിന്തിച്ച് അള്ളാഹുവിന് ശുക്ർ ചെയ്യുക. അത് അള്ളാഹുവിനോടുള്ള ഇഷ്ടം വളർത്താൻ സഹായിക്കും. കണ്ണ് കാണാൻ കഴിയാത്ത എത്ര ആളുകളുണ്ട്? നമുക്ക് കാഴ്ചയൊക്കെ തന്നു, അല്ലേ? അപ്പം ആ നിയമത്തിനെ കുറിച്ചിട്ട് ചിന്തിക്കുക. പിന്നെന്താണ്? അള്ളാഹുവിൻ്റെ സിഫത്തുകൾ നന്നായിട്ട് അറിയുക. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? വാജിബും മുസ്തഹീലും ജായിസായ സിഫത്തുകൾ, അല്ലേ? അപ്പം അതൊക്കെ നന്നായി അറിയണം. അള്ളാഹു കഴിവുള്ളവനാണ്, അവനെല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്, ജീവിപ്പിക്കുന്നവനാണ്, മരിപ്പിക്കുന്നവനാണ്. അങ്ങനെ നമ്മൾ സിഫത്തുകൾ കുറേ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ അറിയണം. നമുക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടായതിൻ്റെ ചില അടയാളങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് അള്ളാഹുവിൻ്റെ ലിഖായിൽ ആഗ്രഹമുണ്ടാവുക. ലിഖാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുക. അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന ആഗ്രഹം ഉണ്ടാവണം, അല്ലേ? അപ്പോൾ ആ ആഗ്രഹം ഉണ്ടോ? അള്ളാഹുവിനോട് നമുക്ക് സ്നേഹമുള്ളതിൻ്റെ അടയാളമാണ്. ഇനിയാ അടുത്തതാ, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് സ്വന്തം ഇഷ്ടത്തേക്കാൾ പരിഗണന നൽകുക. അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന്, നമ്മുടെ ഇഷ്ടത്തേക്കാൾ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനാണ് പരിഗണന നൽകേണ്ടത്. അള്ളാഹുവിൻ്റെ ഇഷ്ടം, അത് അള്ളാഹു കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നിസ്കാരം, അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോവാനുണ്ട്, അത് നമ്മളെ ഇഷ്ടമാണ്, അള്ളാഹിൻ്റെ ഇഷ്ടമാണ് നിസ്കാരം. അപ്പോൾ ആ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ എന്താണ്? അത് നമ്മുടെ ഇഷ്ടത്തേക്കാൾ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനാണ് നമ്മൾ പരിഗണന നൽകിയത് എന്ന് മനസ്സിലാക്കാം. അപ്പം ഇങ്ങനെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനാണ് പരിഗണന, അല്ലേ? അപ്പം അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് സ്വന്തം ഇഷ്ടത്തേക്കാൾ പരിഗണന നൽകുക. അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്താണ്? അള്ളാഹുവിൻ്റെ സ്വാലിഹുകളായ അടിമകളോട് ഇഷ്ടം ഉണ്ടാവുക. അള്ളാഹുവിൻ്റെ സ്വാലിഹുകളായ അടിമകൾ, അല്ലേ? ഒരുപാട് സ്വാലിഹുകളായ അടിമകളുണ്ട്, അല്ലേ? മമ്പുറം തങ്ങൾ, മടവൂർ ഷെയ്ഖ്, ഇങ്ങനെ നമുക്ക് ഒരുപാട് സ്വാലിഹുകളെ കുറിച്ചിട്ടൊക്കെ അറിയാം, അല്ലേ? പണ്ഡിതന്മാരെ കുറിച്ചിട്ടൊക്കെ
അപ്പോൾ അവരോടൊക്കെ നമുക്കൊരു ഇഷ്ടം വേണം. അപ്പം അത് മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ സ്വാലിഹുകളായ അടിമകളോട് ഇഷ്ടം ഉണ്ടാവുക. ഇതൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ അള്ളാഹുവിനോട് സ്നേഹമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത പോയിന്റ് എന്താണ്? അള്ളാഹുവിനോടുള്ള അടുപ്പം നഷ്ടപ്പെടുന്നതിനെ ഭയപ്പെടുക. അള്ളാഹുവിനോടുള്ള അടുപ്പം നഷ്ടപ്പെടുക, അത് ഭയപ്പെടുക. പിന്നെ നിസ്കാരം, ഖുർആൻ പാരായണം, ദിക്റുകൾ എന്നിവ മനസാന്നിധ്യത്തോടെ നിർവഹിക്കുന്നതിൽ ആനന്ദം അനുഭവപ്പെടുക. നിസ്കാരം, ഖുർആൻ പാരായണം, ദിക്റൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താണ്? നമുക്കൊരു ആനന്ദം വേണം. അതൊരു മനസ്സാന്നിധ്യത്തോടെയാണ് നിർവഹിക്കുന്നത്. അതിലൊരു ആനന്ദം അനുഭവപ്പെടണം. അതൊക്കെ അള്ളാഹുവിനോട് സ്നേഹമുണ്ട് എന്നതിൻ്റെ അടയാളങ്ങളാണ്. പിന്നെന്താണ്? നബി തങ്ങളെ പിന്തുടരുക. നബി തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, നമുക്ക് കാണിച്ചു തന്ന കാര്യങ്ങൾ, അല്ലേ? നബി ചര്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, അതൊക്കെ പിന്തുടരുക. ഇതാണ് അവിടെ പറഞ്ഞ പോയിന്റുകൾ. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തതാ അല്ലാഹു തആല പറഞ്ഞു. എന്താ പറഞ്ഞത്? കുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ്. നബിയെ, തങ്ങൾ പറയുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിന്തുടരുക, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അപ്പം അത് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ, അർത്ഥം എഴുതാനൊക്കെ വരാം കേട്ടോ. പൂർത്തിയാക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചോദ്യം വരാം. മനസ്സിലാക്കി പഠിക്കുക. കുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ്. നബിയെ, തങ്ങൾ പറയുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിന്തുടരുക, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. ഇനി എന്താണ്? ബുഖാരി ഇമാമ് പറയാണെന്ത്? അല്ലാഹു മുർസുഖിനി ഹുബ്ബക വഹുബ്ബ മൻ അഹബ്ബക വഹുബ്ബ മാ യുഖരിബുനി ഇലാ ഹുബ്ബക വജൽ ഹുബ്ബക അഹബ്ബ ഇലയ്യ മിനൽ മാഇൽ ബാരിദി. എന്താണ്? അല്ലാഹുവേ, നിന്നോടും നിന്നെ ഇഷ്ടം വെച്ചവരോടും നിന്റെ ഇഷ്ടത്തിലേക്ക് അടുപ്പിക്കുന്നവരോടുമുള്ള ഇഷ്ടം എനിക്ക് നീ നൽകുകയും നിന്നോടുള്ള ഇഷ്ടം തണുത്ത വെള്ളത്തേക്കാൾ എനിക്ക് ഇഷ്ടമായതാക്കുകയും ചെയ്യണമേ. ബുഖാരി ഇമാമ് പറഞ്ഞതാണ്. മനസ്സിലാക്കി പഠിക്കട്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഈ ദുആ നാം പതിവാക്കണം. അള്ളാഹുവിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നവരിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അപ്പോൾ ബുഖാരി ഇമാമ് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ത് എന്നത്. അപ്പോൾ അവിടെ മനസ്സിലാക്കി പഠിക്കുക. നാമും ആ ദുആ പതിവാക്കണം. അല്ലാഹുമ്മ ർസുഖ്നി ഹുബ്ബക വഹുബ്ബ മൻ അഹബ്ബക വഹുബ്ബ മാ യുഖരിബുനി ഇലാ ഹുബ്ബക വജൽ ഹുബ്ബക അഹബ്ബ ഇലയ്യ മിനൽ മാഇൽ ബാരിദി. അടുത്തത് നമുക്ക് തദ്രിബാത്ത് നോക്കാം. ഒന്നാമത്തത് ഉത്തരം എഴുതാനാണ്. എന്താണ്? അള്ളാഹു ഇഷ്ടപ്പെടുന്നതിനെ നാം ഇഷ്ടപ്പെടുകയും വെറുക്കുന്നതിനെ നാം വെറുക്കുകയും ചെയ്യുന്നു. കാരണം എന്താണ്? കാരണം അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്. അപ്പൊ നമുക്കവിടെ എഴുതാം, അള്ളാഹുവിനോടുള്ള സ്നേഹം കാരണമാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹം കാരണമാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നതിനെ നാം ഇഷ്ടപ്പെടുകയും വെറുക്കുന്നതിനെ നാം വെറുക്കുകയും ചെയ്യുന്നത്. അടുത്തതാ 2 വീതം എഴുതാനാണ്. ഒന്ന്, അള്ളാഹുവിനെ സ്നേഹിക്കാനുള്ള കാരണങ്ങൾ എന്താണ്? 2 വീതം എഴുതണം. നമ്മൾ എന്ത് എഴുതണം? അള്ളാഹു നമ്മുടെ സൃഷ്ടാവും സംരക്ഷകനുമാണ്, ഒന്നതേതാ. പിന്നെ അള്ളാഹു ദയാലുവും കരുണയുള്ളവനുമാണ്, അതേതാ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. പിന്നെ അവിടെ ഒരു പോയിന്റും കൂടി പറയുന്നുണ്ട്, അള്ളാഹു ഏറ്റവും സൗന്ദര്യമുള്ളവനാണ്. അപ്പം നമുക്കവിടെ ഇഷ്ടമുള്ള 2 എഴുതിയാൽ മതി. അടുത്തതാ, അള്ളാഹുവിനോട് ഇഷ്ടം വളരാൻ സഹായിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അള്ളാഹുവിൻ്റെ നിയമത്തുകളെ കുറിച്ച് ചിന്തിക്കുക, അള്ളാഹുവിൻ്റെ സിഫത്തുകൾ നന്നായി അറിയുക. ഈ 2 കാര്യങ്ങൾ എഴുതാം. ഇനി 3-മത്തതാ, അള്ളാഹുവിനോട് സ്നേഹമുണ്ടായതിൻ്റെ അടയാളങ്ങൾ. നമ്മൾ കുറേ കാര്യങ്ങൾ അവിടെ പറഞ്ഞില്ലേ, അതിന് 2 എഴുതി കൊടുക്കാം. ഏതൊക്കെ എഴുതാം നമുക്ക്? അള്ളാഹുവിൻ്റെ ലിക്കായിൽ ആഗ്രഹമുണ്ടാവുക, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് സ്വന്തം ഇഷ്ടത്തേക്കാൾ പരിഗണന നൽകുക.
പിന്നെയും കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് അതിന്ന് 2 എഴുതി കൊടുത്താൽ മതി. അടുത്തത് എന്താണ്? പൂരിപ്പിക്കാനാണ്. എന്നിട്ട് ആശയം എഴുതണം. നമ്മൾ പാടത്ത് പറഞ്ഞു കുൽ ഇൻ കുൻതും, ബാക്കി പൂർത്തിയാക്കി കൊടുക്കണം. എന്തായിരുന്നു? കുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ്. അർത്ഥം എന്തായിരുന്നു? നബിയെ, തങ്ങൾ പറയുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിന്തുടരുക, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അത് എഴുതുക കേട്ടോ. അടുത്തതാ അല്ലാഹുമ്മർസുഖ്നി, ബാക്കി ഇതേപോലെ തന്നെ ചെയ്യണം. എന്തായിരുന്നു? അല്ലാഹുമ്മർസുഖ്നി ഹുബ്ബക വഹുബ്ബ മൻ അഹബ്ബക വഹുബ്ബ മാ യുഖ്രിബുനി ഇലാ ഹുബ്ബിക വജൽ ഹുബ്ബക അഹബ്ബ ഇലയ്യ മിനൽ മാഇൽ ബാരിദി. അല്ലാഹുവേ, നിന്നോടും നിന്നെ ഇഷ്ടം വെച്ചവരോടും നിന്റെ ഇഷ്ടത്തിലേക്ക് അടുപ്പിക്കുന്നവരോടുമുള്ള ഇഷ്ടം എനിക്ക് നീ നൽകുകയും നിന്നോടുള്ള ഇഷ്ടം തണുത്ത വെള്ളത്തേക്കാൾ എനിക്ക് ഇഷ്ടമായതാക്കുകയും ചെയ്യണമേ. മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. അതൊക്കെ എക്സാമിന് പൂർത്തിയാക്കി കൊടുക്കാനോ ഒക്കെ വരാം, വിട്ടഭാഗം പൂരിപ്പിക്കാനൊക്കെ വരാം കേട്ടോ. ഇത്രയാണ് പാഠഭാഗത്തിൽ വന്നത്. പിന്നെ അതുപോലെ നമ്മൾ പാഠത്ത് പഠിച്ചത് വല്ലദീനാമനോ അശദ്ദു ഹുബ്ബല്ലില്ലാഹ്, സത്യവിശ്വാസികൾ അങ്ങേയറ്റം അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ് എന്ന്. അതുപോലെ മനസ്സിലാക്കി പഠിക്കണം. പാഠഭാഗം നന്നായി മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക, വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ വരികയാണെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കണം. നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.